അൽഹംദുലില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായത്തിൽ 22-ാം വചനത്തിൽ പറയുന്നത് സത്യത്തിനെതിരെയുള്ള മനുഷ്യൻ്റെ ധിക്കാരപരമായ പ്രതികരണത്തെ തുറന്നു കാട്ടുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്? എന്നാൽ നീ സത്യവാന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് നീ താക്കീത് നൽകുന്ന ശിക്ഷ കൊണ്ടുവന്നു തരിക എന്ന്. ഈ വാക്കുകൾ സത്യം കേൾക്കുമ്പോൾ പല മനുഷ്യരും കാണിക്കുന്ന ധിക്കാരത്തിൻ്റെയും വെല്ലുവിളികളുടെയും പ്രതിഫലനമാണ്. അവർ തങ്ങളുടെ പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുകയും അതിൽ നിന്നും വ്യതിചലിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നു. സത്യം അവരിലേക്ക് വരുമ്പോൾ അവർ അതിനെ നിഷേധിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ചരിത്രത്തിലുടനീളം പ്രവാചകന്മാരെല്ലാവരും തന്നെ തങ്ങളുടെ ജനങ്ങളെ സത്യത്തിലേക്ക് ക്ഷണിച്ചപ്പോഴെല്ലാം അവർക്ക് പരിഹാസവും തിരസ്കരണവും നേരിടേണ്ടി വന്നു. സന്മാർഗദർശനം സ്വീകരിക്കുന്നതിനു പകരം ആളുകൾ അഹങ്കാരത്തോടെ അവരെ വെല്ലുവിളിച്ചു. ഇവിടെ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ജനതയെക്കുറിച്ചാണ് പറയുന്നത്, അതായത് ആദ് സമുദായം. ആദ് ജനതയെ അള്ളാഹു വലിയ ശരീരങ്ങളും ശക്തിയുള്ളവരുമായിട്ടാണ് സൃഷ്ടിച്ചത്. ഖുർആനിൽ അവരുടെ ശാരീരിക ശേഷിയെക്കുറിച്ച് പലയിടത്തും പറയുന്നുമുണ്ട്. അവർക്ക് അള്ളാഹു ധാരാളം സമ്പത്തും ഭൂമിയും നൽകിയിരുന്നു. അവർ വലിയ കെട്ടിടങ്ങളും കോട്ടകളും നിർമ്മിച്ചു. കൃഷിയിലും വ്യവസായത്തിലും അവർ മുന്നിലായിരുന്നു. പക്ഷേ അള്ളാഹുവിനെ ഏകനായി ആരാധിക്കുന്നതിന് പകരം അവർ വിവിധ വിഗ്രഹങ്ങളെയും ദൈവങ്ങളെയും ആരാധിച്ചു. ഹൂദ് നബി അലൈഹിസ്സലാം അവരെ ഏകദൈവാരാധനയിലേക്ക് ക്ഷണിച്ചെങ്കിലും അവർ അത് നിരസിച്ചു. തങ്ങളുടെ ശക്തിയിലും സമ്പത്തിലും അവർ അഹങ്കാരികളായി മാറി. ഹൂദ് നബി അലൈഹിസ്സലാമയുടെ ഉപദേശങ്ങളെയും താക്കീതുകളെയും അവർ പുച്ഛിച്ചു തള്ളി. ഹൂദ് നബി അലൈഹിസ്സലാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അവരെ സത്യത്തിലേക്ക് ക്ഷണിച്ചെങ്കിലും അവർ അദ്ദേഹത്തെയും അദ്ദേഹം കൊണ്ടുവന്ന സന്ദേശത്തെയും നിഷേധിച്ചു. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ശിക്ഷ കൊണ്ടുവന്നു തരിക എന്ന്. ഇവിടെ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനത്തെ ഏകദൈവാരാധനയിലേക്ക് വിളിച്ചപ്പോഴുള്ള അവരുടെ പ്രതികരണമാണ് പറയുന്നത്. തൗഹീദിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്ക് എപ്പോഴും ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു. ജനങ്ങൾ പഴയ വിശ്വാസങ്ങളിൽ അടിയുറച്ചു പോയപ്പോൾ സത്യസന്ദേശം അവരുടെ ഇഷ്ടാനുസൃത ജീവിത രീതികൾക്ക് വെല്ലുവിളിയാവുകയായിരുന്നു. ഇന്നും തൗഹീദിൻ്റെ ആഹ്വാനത്തിന് അതേ രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായേക്കാം. ഹൂദ് നബിയുടെ ജനങ്ങൾ തങ്ങളുടെ മതപരമ്പരാഗത വിശ്വാസങ്ങൾ നിലനിർത്താൻ ആഗ്രഹിച്ചു. ഇന്നത്തെ സമൂഹത്തിലും ഇത്തരം സമീപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ ഇത് ഇതുവരെ ചെയ്യുന്നത് പോലെ തന്നെയാകും ചെയ്യുക എന്ന ഭാവം ഇന്നും നിലനിൽക്കുന്നു. ഖുർആൻ നിരന്തരം പറയുന്നു, അതെ, നമ്മൾ ഞങ്ങളുടെ പിതാക്കന്മാരെ ഇതിൽ കണ്ടിട്ടുണ്ട്, അതിനാൽ ഞങ്ങൾ അവരുടെ പാത പിന്തുടരുന്നുവെന്ന്. ഖുർആനിലെ 43-ാം അധ്യായത്തിൽ 22-ാം വചനത്തിലാണിത് പറയുന്നത്. നാം ഇന്നും ആചാരങ്ങളെയും അന്യായ പ്രവർത്തനങ്ങളെയും അക്ഷരാർത്ഥത്തിൽ പിന്തുടരുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു, നാം സത്യത്തിനൊപ്പമോ അജ്ഞതയോടൊപ്പമോ എന്ന്. ഹൂദ് നബിയുടെ ജനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്, നീ പറഞ്ഞ ശിക്ഷ നമ്മിലേക്ക് കൊണ്ടുവന്ന് തരിക എന്ന്. ഇത് അവരുടെ അവഗണനയെയും അഹങ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഈ സമീപനം ചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. തങ്ങളുടെ പ്രവാചകന്മാരെ പരിഹസിക്കുകയും അനന്തരഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്ത മുൻകാല ജനങ്ങളെക്കുറിച്ച് ഖുർആൻ നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ തൗഹീദിൻ്റെ സന്ദേശം എത്തിച്ചപ്പോൾ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ ഒടുവിൽ മഹാപ്രളയം അവരെ നശിപ്പിച്ചു. അതുപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാം പ്രവാചകൻ്റെ മുന്നറിയിപ്പുകൾ നിരസിച്ചു. ഒരു ഭൂകമ്പം അവരെ തുടച്ചു നീക്കി. മൂസാ നബിയുടെ സന്ദേശം ഫറോഹൻ്റെ രാഷ്ട്രം അവർ അവഗണിച്ചു. കടലിൽ മുങ്ങിമരിക്കുകയാണുണ്ടായത്. ഇവരുടെയൊക്കെ ഗതി ഖുർആൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നു. ഓരോ സാഹചര്യത്തിലും ആളുകൾ അഹങ്കാരത്തോടെ ശിക്ഷ ആവശ്യപ്പെട്ടു. പക്ഷേ അത് വന്നപ്പോൾ അത് തടയാൻ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നും പലരും സത്യത്തിനെതിരെ കെട്ടിപ്പൊക്കാൻ ശ്രമിക്കുന്നു. ഖുർആനിലെ ഉപദേശങ്ങൾ അവഗണിക്കുകയും ദൈവിക നിയമങ്ങളെ കളിയാക്കുകയും ചെയ്യുന്നു. ആധുനിക കാലത്ത് പോലും ആളുകൾ ദൈവിക മുന്നറിയിപ്പുകളെ പരിഹസിക്കുകയും ചരിത്രത്തിൻ്റെ പാഠങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു.
ഈ ആയത്ത് നമ്മെ ചിന്തിപ്പിക്കുന്നത് സത്യം കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണം എന്നതാണ്. നാം അതിനെ സ്വീകരിക്കുവാനും നമ്മുടെ തെറ്റുകൾ തിരുത്താനും തയ്യാറാവണം. ധിക്കാരവും വെല്ലുവിളിയും സത്യത്തിനെതിരെയുള്ള ശരിയായ പ്രതികരണമല്ല. സത്യം എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. അത് നമ്മെ നമ്മുടെ സുഖസൗകര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കാനും നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും പ്രേരിപ്പിക്കുന്നു. എന്നാൽ സത്യം സ്വീകരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ കഴിയൂ. ഈ ആയത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ്. നാം നമ്മുടെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്താപിക്കുകയും സത്യം സ്വീകരിക്കുകയും ചെയ്താൽ നമുക്ക് അവൻ്റെ കാരുണ്യം ലഭിക്കും. എന്നാൽ ധിക്കാരവും അവിശ്വാസവും തുടരുകയാണെങ്കിൽ നാം അവൻ്റെ ശിക്ഷയ്ക്ക് വിധേയരാകും. അതുകൊണ്ട് സത്യം കേൾക്കുമ്പോൾ നാം വിവേകത്തോടെ പ്രതികരിക്കാനും നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനും തയ്യാറാവണം. അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.